അവസാന നാളിലെ ഹതഭാഗ്യനാണു ഞാൻ, അവസാന നാളിലെ ഹതഭാഗ്യനാണു ഞാൻ. കഴുകാമോ ഈ ഹൃദയം യാ ഹബീബേ, ഒന്ന് കൈപിടിക്കുമോ ഹബീബേ, എന്റെ കൺ തുടക്കുമോ സിറാജേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മുടെ നോളജ് സിറ്റിയിൽ ഗംഭീര മീലാദ് ഫെസ്റ്റിവലായിരുന്നു, മീലാദ് പരിപാടി. ആ പരിപാടിയുടെ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് പറഞ്ഞ കാര്യവും അതുപോലെ അതിനെ പ്രതികരിക്കുന്ന നൗഷാദ് അഹ്സനി കുരുവട്ടൂരും അവർ തമ്മിൽ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം ഇൻഷാ അല്ലാഹ്. ജീവന്മാർ ഇവരുടെ സ്ഥാപനത്തിന് പിരിവ് കിട്ടാൻ, ആളുകൾ അവരുടെ സ്ഥാപനങ്ങളിലേക്ക് ഒഴുകാൻ അവരിപ്പോൾ പറയുന്നത് കണ്ടില്ലേ നിങ്ങൾ? ഇന്നലെ മിനിയാന്ന് നോളേജ് സിറ്റിയിൽ നടന്ന ആ സംഗമത്തിൽ വെച്ച് ഇതേ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയാണ്, നോളേജ് സിറ്റിയിലെ പള്ളി എന്ന് പറഞ്ഞാൽ അത് മദീനത്തെ പള്ളി പോലെയാണ്, മദീനത്തെ പള്ളി പോലെയാണ്. അവിടല്ലേ ഇന്നാലില്ല ചൊല്ലേണ്ടത്. കാന്തപുരം ഉസ്താദ് എന്ന് പറഞ്ഞാൽ മുമ്പ് പറയാ, വലിയ വലിയ കിതാബുകളിൽ പരമഹാന്മാരെയും ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഉദാഹരണം പറഞ്ഞു. താരീഖു ഡമസ്കസിന്റെ ചരിത്രം 84 വാള്യങ്ങളുള്ള വലിയ ഗ്രന്ഥം. അതേപോലെ ഖതീബുൽ ബഗ്ദാദിയുടെ താരീഖ് ബഗ്ദാദ്, ഇത് രണ്ടും ഉദാഹരിച്ചുകൊണ്ട് പറയാ, ഇതിലൊക്കെ പല മഹാന്മാരെയും നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത നൂറ്റാണ്ടുകളിലൊന്നും അങ്ങനെയും വലിയ മഹത്വമുള്ള കാന്തപുരം ഉസ്താദിനെ പോലെ ഉള്ള ഒരാളും വന്നിട്ടില്ല. നിങ്ങൾ നോക്ക്, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തല്ലയാ പറഞ്ഞ്. അതിന്റെ ശേഷം പറയാം മദീനത്തെ പള്ളി, അത് ആദ്യം പറഞ്ഞത് ആ പള്ളി തന്നെയാണ്. മദീനത്തെ പള്ളി എന്താണോ അതാണ് നോളേജ് സിറ്റിയിലെ പള്ളി ഒന്ന്. പിന്നെ പറഞ്ഞു ഇനി അത് രണ്ടും ഒന്നാക്കി എന്ന് പറയണ്ട എന്ന് പറഞ്ഞ് വീണ്ടും ഒന്നുകൂടി പറയാണ്, കാരണം നാവ് വഴങ്ങുന്നില്ലല്ലോ. പിന്നെ ആവർത്തിച്ച് പിന്നെയും പറയാണ് അങ്ങനെ തന്നെയാണ്. ആ മദീനത്തെ പള്ളിയെ എങ്ങനെയാണോ മുസ്ലിമീങ്ങൾ കാണുന്നത് അങ്ങനെ തന്നെയാണ് എന്തും പിന്നെ നോളേജ് സിറ്റിയിലെ പള്ളി. ഒന്ന് നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കി. വലിയ അൽ ഹാഫിദുൽ കബീർ അബ്ദുറഹ്മാൻ അൽ ഖതീബ് അൽ ബഗ്ദാദി മൂപ്പരെ ഇതേ കിതാബ് 14,500 മഹത്തുക്കളെ ചരിത്രമായിരുന്നു. ഇങ്ങനെ എത്ര ഗ്രന്ഥങ്ങൾ സുബ്ഹാന ജല്ല ജലാലുഹു താരീഖിന്റെ ഗ്രന്ഥങ്ങൾ അതിവിപുലമാണ്. അങ്ങനത്തെ ആ താരീഖിലെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമ്മൾ AP ഉസ്താദിനെ കൊടുത്തൊരു ആലിമ് അടുത്ത നൂറ്റാണ്ടുകൾ എവിടെയെങ്കിലും കഴിഞ്ഞതും ചരിത്രത്തിൽ കാണാനില്ല. അത്രയും വലിയ ഒരു ഹല്ലും വാഫിർ അല്ലാഹു തആല കൊടുത്ത മഹൽ വ്യക്തിയാണ് ഉസ്താദ്. ഞാൻ നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകളൊക്കെ സൂക്ഷിക്കപ്പെട്ട, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ഓർമ്മ വരാൻ കാരണമാകുന്ന മദീനത്തെ പള്ളിയാണ് ഇന്ന് ഇവിടെ ഇരിക്കണ ഈ പള്ളി. ഒരുപാട് സംഗതിക്ക് ഇത് കാരണമാണ്. മദീനത്തെ പള്ളിയാണ് മർക്കസിലെ പള്ളി എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ മേലെ ചോറുന്നതല്ല, ഇല്ലാത്തൊന്നും ഉണ്ടാക്കി പറയാൻ ബലി എന്ന് പറഞ്ഞുണ്ടാക്കണ ഞാൻ അതല്ല പറഞ്ഞത്. ആ മദീനത്തെ പള്ളിയെ ലോക മുസ്ലിമീങ്ങൾ കാണുന്നത് പോലെ മുസ്ലിം സമൂഹം കാണുന്ന പള്ളിയാണ്, സംശയം വേണ്ട. ഈ പള്ളി
ഈ പള്ളിയെ പറ്റി ആദ്യം പറയുമ്പോൾ ആ ഏതായാലും ഇനിയിപ്പോൾ നിങ്ങൾ പൈസ കൊടുത്ത് മദീനത്തേക്കൊന്നും പോണ്ട, നോളേജ് സിറ്റിയിലെ പള്ളിയിൽ പോയാൽ മതി. ഇനി ഒരു കാഴ്ബയും കൂടിയാണ് ഉണ്ടാക്കി കളി, എന്നാ പിന്നെ ഹജ്ജും അവിടുന്ന് ആകാലോ. ബാക്കിയുള്ളതൊക്കെ ആയി. ബഹുമാനമുള്ളവർ, ഇവരെല്ലാം ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ് ഇവരെല്ലാം. ഇപ്പോൾ മത്സരമാണ്, കച്ചവട മത്സരമാണ്. ഏതായാലും ഇവിടെ പറഞ്ഞ കാര്യം ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് പറഞ്ഞ് എവിടത്തൊക്കെ എത്തിയാലും, എവിടെയോ എത്തിയാലും, അത് ഉൾക്കൊള്ളാനാകാത്ത സ്ഥലത്തേക്ക് എത്തിയാലും നമ്മൾ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം, കാന്തപുരം എ പി ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ നമ്മൾ കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം പൊന്മള ഉസ്താദ് പറഞ്ഞ അടുത്താണുള്ളത്. പൊന്മള ഉസ്താദ് പറഞ്ഞതിൻ്റെ ഭാഗം വേറെയാണെങ്കിലും നമ്മൾ പ്രവർത്തന മേഖല മാത്രം നോക്കുകയാണെങ്കിൽ അത് അത്ഭുതമാണ്. ഉള്ളത് പറയാൻ മടിക്കരുത്, ഉള്ളത് പറയാൻ അസൂയയില്ല. ഉള്ളതിനെ പറയാൻ അസൂയ കാണിച്ചിട്ട് കാര്യമില്ല. പിന്നെ അതിനെ പ്രതികരിച്ച് അതിനെ പുച്ഛിച്ച് ഈ സന്ദർഭത്തിൽ ഒരാവാത്ത ആൾ എന്ന് പറഞ്ഞ്, ആവാത്ത നമുക്കെതിരായ സംഘടന, നമ്മളെ പുറത്താക്കിയ സംഘടന എന്ന് പറഞ്ഞ് അവരെ ചെറുതാക്കിയിട്ട് കാര്യമില്ല, പ്രവർത്തിച്ച് കാണിക്കണം ഈ കുരുവട്ടൂർക്കാർ. ഈ നൗഷാദ് ഹസനി ഒരുപാട് കാര്യങ്ങൾ പറയുന്നു സമസ്തക്കെതിരെ, എ പി സമസ്തക്കെതിരെ പറയുന്നത് ഇവർ ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഇപ്പോൾ ഏതോ ഒരു വിഷയത്തിൽ ഇവരെ പുറത്താക്കിയാലും ഇവരെല്ലാം ഒന്നല്ലേ. ഒറ്റ പരിപാടിയേ ഉള്ളവർക്കെല്ലാം CM മടവൂർ അവിടുത്തെ കറാമത്ത് ഒട്ടും കുറവാക്കരുത്. പിന്നെ എന്തൊക്കെയോ വിളിച്ച് പറയുമ്പോൾ ചില സന്ദർഭങ്ങളിൽ പേരോട് ഉസ്താദ് ഇടപെട്ട് അത്ര പറയരുത്. പേരോട് ഉസ്താദ് പറയുന്ന ചില കാര്യങ്ങളെ അവഗണിക്കുകയും അദ്ദേഹത്തെയും തള്ളി പറയുകയും ചെയ്യുന്ന ഈ നൗഷാദ് ഹസനിയെ നമ്മൾ കണ്ടതാണ്. മൊത്തത്തിൽ നമുക്ക് ഒരാളെ കൊണ്ട് നമുക്ക് പ്രയോജനമില്ലാത്ത സന്ദർഭത്തിൽ നമ്മളെ സ്വഭാവം പിടിക്കാതെ നമ്മളെ പുറത്താക്കിയാൽ പിന്നെ അവരെ നല്ലത് പറഞ്ഞാലും നല്ലത് പ്രവർത്തിച്ചാലും ഉൾക്കൊള്ളാനാകാത്ത അസൂയ വെച്ചും കൊണ്ട് അവർക്കെതിരായി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ആ പ്രവൃത്തിയാണ് ഈ നൗഷാദ് ഹസനി കുരുവട്ടൂർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എനിക്കെന്നല്ല എല്ലാവരും ഇദ്ദേഹത്തോട് പറയേണ്ടത്, ഇത് റബീഉൽ അവ്വൽ മാസമാണ്. അടുത്ത റബീഉൽ അവ്വൽ മാസത്തിന് ഒരു വർഷമാകുമ്പോൾ ഒരു ലക്ഷത്തിൻ്റെ ഒരു അംശമെങ്കിലും ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പ്രവർത്തിച്ച 1,00,000ൻ്റെ ഒരു അംശമെങ്കിലും പ്രവർത്തിച്ച് കാണിക്കണം. അവിടെയാണ് നിങ്ങൾക്ക് ആരെയും എതിർക്കാനുള്ള വോയിസ് ഉണ്ടാകുന്നത്, എന്തും പറയാനുള്ള തൻ്റെ ഇടം വരുന്നത്. പ്രവർത്തിക്കാതെ ഒരു സ്റ്റേജിൽ കയറിയും കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ജനങ്ങൾക്ക് കൺഫ്യൂസ് ഉണ്ടാക്കി കറാമത്തിൻ്റെ കുട്ടി ഘോഷിച്ച് പടച്ചോൻ്റെ അടുത്തേക്ക് CMനെ എത്തിച്ച് ഇതെല്ലാം ചെയ്യുന്നതിനേക്കാൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ പോലെ പ്രവർത്തിച്ചും കാണിക്കുക. അത്ര ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞത്ര മതി. ഒരംശം, ചെറിയൊരു പള്ളി, ചെറിയൊരു സ്ഥാപനം, അത്രയാണ് വേണ്ടത്. അതിനു വേണ്ടിയാണ്, അതിനെ സംബന്ധിച്ചാണ് പൊന്മള ഉസ്താദ് പറഞ്ഞത്.
പറഞ്ഞത് എവിടത്തേക്കോ എത്തിയാലും നമ്മളതിനെ വിലയിരുത്തുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെയാണ്. അതിനെ കണ്ടില്ല എന്ന് നടിക്കാൻ സാധ്യമല്ല. അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഉയർച്ചയിലാണുള്ളത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. ഇത്രയും ഒരു പ്രവർത്തിക്കാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. അള്ളാഹു താല തൗഫീക്ക് ചെയ്തു, അള്ളാഹു താല സപ്പോർട്ട് ചെയ്തു. അള്ളാഹു സപ്പോർട്ട് ചെയ്താൽ എന്തും ചെയ്യാം. അത് കാന്തപുരം ഉസ്താദിനെന്നല്ല, ഇനി കുരുവട്ടൂരിനും ചെയ്യാം. മനസ്സ് കാണിക്കണം. മറ്റുള്ളവരെ തികഴ്ത്തുന്നതിന് പകരം അതിന് മാത്രം സ്റ്റേജിൽ കയറി തലക്കെട്ട് കെട്ടി പറയാൻ തുടങ്ങുന്നതിനേക്കാൾ കുറച്ച് കാലം പ്രവർത്തിച്ച് നോക്കൂ, പിന്നെ സംസാരിക്കാൻ വന്നോളൂ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.